ഗൗതം, ഒരുപക്ഷെ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു എന്ന് തന്നെയല്ലേ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്? വിഷ്ണു, രാജ്യസഭയിൽ ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമായിരുന്നു രാജ്യസഭയിൽ. അതിലുടനീളം പ്രധാനമന്ത്രി ലോക്സഭയിൽ എന്നതുപോലെ രാജ്യസഭയിലും കോൺഗ്രസിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കോൺഗ്രസിന്റെ നയത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് അഴിമതിയാണ് കോൺഗ്രസ് എന്നാൽ. അതായത് കോൺഗ്രസിന്റെ അധികാരം കിട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം അവർ അഴിമതിയും മറ്റും നടത്തുകയായിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് എപ്പോഴും മുൻതൂക്കം നൽകിയിട്ടുള്ളത് കുടുംബാധിപത്യത്തിനാണ്. കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്നാൽ BJPയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെയും നയം രാഷ്ട്രമാണ് വലുത് എന്നുള്ളതാണ്. രാഷ്ട്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം കുടുംബാധിപത്യത്തെയും അതോടൊപ്പം തന്നെ പ്രീണന രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാർ സംവിധാനം നേഷൻ ഫസ്റ്റ്, രാഷ്ട്രമാണ് വലുത് എന്ന ആശയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിൽ രാഷ്ട്രമാണ് വലുത് എന്ന ആശയത്തെയാണ് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. അതിനാലാണ് തന്റെ സർക്കാരിന് 3ാം തവണയും അധികാരത്തിൽ ഇരുത്തുവാൻ ഭാരതത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യം തയ്യാറായത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം അദ്ദേഹം കോൺഗ്രസിനെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി വിമർശിക്കുന്നുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തും അതല്ലെങ്കിൽ മുൻപ് നെഹ്റുവിന്റെ കാലത്തുമൊക്കെ എഴുത്തുകാരെയും കവികളെയും ഒക്കെ ജയിലിൽ അടച്ചതും രാജ്യത്ത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ സർക്കാരിനെ വിമർശിക്കുന്ന ഗായകരുടെ പാട്ടുകൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഒഴിവാക്കിയതുമെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പാർലമെന്റിൽ നടത്തിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയെ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ഇല്ലായ്മ ചെയ്തത് എന്നതിനെപ്പറ്റി കൂടി അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം BR അംബേദ്കറുമായി നമുക്കറിയാം, കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിനിടയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടിയത് തന്നെ BR അംബേദ്കറുടെ ലെഗസിയെ ചൊല്ലിയായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് BR അംബേദ്കറെ പാർലമെന്റിൽ നിന്നും അകറ്റി നിർത്തിയത് കോൺഗ്രസ് ആണ്. നെഹ്റുവിന്റെയും മറ്റും നേതൃത്വത്തിൽ അംബേദ്കറെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. മാത്രമല്ല, അദ്ദേഹത്തിന് ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകാതിരുന്ന് അദ്ദേഹത്തെ എല്ലാ കാലത്തും അവഹേളിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതേ കോൺഗ്രസ് ഇപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യം വിളിക്കേണ്ട അവസ്ഥയിലെത്തി എന്ന പരിഹാസവും കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി. ഒപ്പം അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 11 വർഷക്കാലം ദേശീയ തലത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്, പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിനും കർഷകരുടെ ഉന്നമനത്തിനും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്കുമായി എന്തൊക്കെ പദ്ധതികൾ കഴിഞ്ഞ 11 വർഷം രാജ്യത്ത് നടപ്പാക്കിയെന്ന രത്നചുരുക്കം കൂടി ഉൾപ്പെടുത്തിയുള്ള പ്രസംഗമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നടത്തിയത്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.